എത്ര സമയമുണ്ട് എന്നാണ് ആൾക്കാർ ചോദിക്കുക. എവിടെയാണ് സഹോദരങ്ങളെ സമയം? ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ യൗമ തകൂനു സ്സമാഉ കൽമുഹിൽ വതകൂനുൽ ജിബാലു കൽഇഹിൻ. അവരതിന് വിദൂരത്താണെന്ന് വിചാരിക്കുന്നു. പടച്ചോൻ പറയും, ഞാൻ അതിനെ സമീപത്തായാണ് കാണുന്നത്. സഹോദരങ്ങൾ, അതിനൊന്നും അധിക സമയം വേണ്ടതാ. നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മുടെ മൊബൈലിൽ ഒരു പിന്നെ റിങ് ചെയ്തിട്ട് നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ ഇന്നയാൾ മരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാം. രാവിലെ ഒന്നായിട്ട് നമ്മളെത്തുന്ന ബൂഫിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞുകൊണ്ട് മരണവാർത്ത കേട്ട എത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനൊന്നും സമയവും താമസം, അത് ഞാനും ആകാം, നിങ്ങളും ആകാം, ആരുമാകാം. അതുകൊണ്ട് ഒരു ഒരുക്കമാണ് ആവശ്യം. ഒരുങ്ങിയാൽ വളരെ സന്തോഷം. നമുക്ക് നിങ്ങൾ എന്ത് ദുരിതവും എന്ത് പ്രയാസവും ജീവിതത്തിലുണ്ടെങ്കിലും അതൊക്കെ സന്തോഷകരമാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം തരും സത്യത്തിൽ നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഒരിക്കലും സൗകര്യങ്ങളില്ലാത്ത ദാഹിച്ച് വിശന്ന് കാലു പൊട്ടി ചോരയൊലിച്ച് നടന്നു പോകുന്ന ഒരാളെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നത്. അയാൾ എന്നാ എത്തുക എന്ന് വിചാരിച്ച് ദുർഘടകമായ യാത്ര. പക്ഷെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അറിയാൻ ഇനി ഒരു 2 മണിക്കൂറും കൂടെ നടന്നാൽ ഞാൻ ലക്ഷ്യമിടുന്ന സ്ഥലത്ത് എത്തുന്ന അയാൾക്ക് അറിയുമ്പോൾ അയാൾക്ക് മനസ്സിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. എന്ന പോലെ സഹോദരങ്ങൾ, എന്ത് ദുരിതങ്ങൾ നാട്ടിലും ഇവിടെ എന്തുണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നറിയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അതായത് എന്ത് ദുരിതങ്ങളും എന്ത് പ്രയാസം എനിക്ക് വന്നാലും എൻ്റെ പരലോക ജീവിതം എനിക്ക് നഷ്ടമാകൂല എന്ന് ആർക്കാണോ ജീവിതത്തിൽ ഉറപ്പ് കിട്ടുന്ന അവന് സന്തോഷം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കൃത്യമായ നമസ്കാരവും അനുഷ്ഠാന കർമ്മങ്ങളും വയലും പ്രസംഗവും പരിപാടികളൊക്കെ കേട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ അടുത്തു വരുമ്പോൾ ജീവിതത്തിൽ ഒരു കുളിർമയും ഒരു സന്തോഷവും ഇങ്ങനെ അനുഭവപ്പെടും. എന്നാൽ അതിൽ നിന്നകന്ന് യഥാർത്ഥമായ ലക്ഷ്യത്തെ വിസ്മരിച്ചുകൊണ്ട് ജീവിതം എത്ര ആനന്ദകരമാക്കാൻ നമ്മൾ എന്ത് സൗകര്യങ്ങൾ ഭൗതികമായി ഏർപ്പെടുത്തിയാലും ആ ലക്ഷ്യത്തിലേക്ക് അണയുന്ന ഒരു അനുഭൂതിയും ജീവിത സന്തോഷവും നമുക്ക് ലഭിക്കൂല എന്നാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ്, ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ അതിനുപകരിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ്. അതിനുള്ള ഏറ്റവും പരിഹാര മാർഗമായിട്ട് പടച്ചോൻ പറഞ്ഞത് നമ്മളെ മടങ്ങിപ്പോകുന്ന ആ ദിവസത്തെയും സമയത്തെയും കുറിച്ച് ഇടക്കിടക്ക് ആലോചിക്കാനാണ്. ഖുർആൻ അങ്ങനെ തന്നെയാണ് അത് പഠിപ്പിക്കുന്നത്. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വുജൂഹും യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, അവർ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ദുനിയാവിനെയാണ് അവർക്ക് ഇഷ്ടം. വുജൂഹും യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. എന്നാൽ ചില മുഖങ്ങൾ പ്രസന്നമായി നിൽക്കുന്ന ഒരു നാളുണ്ട്, അതൊരു മറക്കണം. ഇവിടെ തൽക്കാലം ഉണ്ടാകുന്ന സുഖസന്തോഷങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ മുഖപ്രസന്നതയോടുകൂടെ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ മുഖത്ത് സൂര്യതുല്യമായ പ്രകാശത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ജീവിതാനുഭവമുണ്ട്. അതിനവൻ മറന്നു പോകുന്നു. ചില ആളുകൾ ഇവിടുത്തെ എല്ലാ സന്തോഷങ്ങൾക്കും ശേഷം മുഖം ചുളിഞ്ഞവരായിക്കൊണ്ട് പരലോകത്തിൽ നിൽക്കുന്ന ഒരു സമയം അവർ മറന്നു പോകുന്നു. എന്നാൽ മറന്നു പോകുന്നവരെ നിനക്ക് മറക്കാൻ ഏതുവരെ കഴിയുന്നറിയോ? കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ്. ജീവിതത്തിലെ മുഴുവൻ സ്നേഹങ്ങളിലും ആർഭാടങ്ങളിലും സന്തോഷങ്ങളിലും മുഴുകി പരലോകത്തെ സുഖസന്തോഷങ്ങളെ വിസ്മരിച്ചവൻ ഏതുവരെ അത് സാധിക്കും? ഞാൻ ദുനിയാവിൽ നിന്ന് അവസാനത്തെ മടക്കയാത്രക്ക് അവസാനത്തെ വേർപാടിന് സമയമായി എന്നറിയുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ജീവിതത്തിൽ 8-10 കൊല്ലം പ്രവാസികളായി ഇവിടെ ജീവിച്ചിട്ടും ഒരിക്കൽ പോലും തന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്തവൻ തിരിച്ചു പോകുന്ന സമയത്തെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കും. എന്ന പോലെ സഹോദരങ്ങളെ, ജീവിതം അവസാനിച്ച് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കും. ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോഴെന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ മുൻകൂട്ടി ഒരുങ്ങിയാൽ മാത്രമേ ഉണ്ടാവൂ. ഒരുങ്ങിയാൽ ഒന്നും പേടിക്കാനില്ല സഹോദരങ്ങളെ. എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നവന് പെട്ടെന്ന് ജോലി പോയി എന്നറിയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് അതേപോലെ തന്നെ ഏത് സമയവും ഞാൻ മരിക്കുമെന്ന് വിചാരിച്ച് ഒരുങ്ങി പുറപ്പെട്ടവന് ഒന്നും പേടിക്കാനില്ല. യാത്രക്ക് വേണ്ടിയുള്ള മുഴുവൻ ഒരുക്കങ്ങളും ഒരുങ്ങിയവന് യാത്രയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തൊരു യാത്ര വേണ്ടി വന്നാൽ അതിന്റെ പ്രയാസങ്ങൾ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എന്ന പോലെ പരലോകത്തിന് വേണ്ടി പടച്ച തമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങും. ഏറ്റവും ഒന്നാമതായി മനസ്സിലാക്കുന്നത് സംഭവിക്കും സഹോദരങ്ങൾ അവിടെയാണ്. സ്വർഗവും നരകവും ഒക്കെ പടച്ചോൻ പറഞ്ഞ വരും. വിശുദ്ധ ഖുർആനിൽ നിന്ന് നരകത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ അത് സത്യമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചു എന്നാണ് വായിച്ചു നോക്കിയാൽ സഹോദരങ്ങളെ നമുക്ക് ഉറങ്ങാൻ പറ്റൂല. അത്രയും ഭയാനകമാണ്. പലപ്പോഴും ആളുകൾക്ക് അനിഷ്ടകരമാകുമെന്ന് വിചാരിച്ച ആളുകൾ ആ നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പ്രവാചകൻ തിരുമേനിയും സഹാബത്തും ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അതിശക്തമായ മരുഭൂമിയിലെ ചൂടുകൊണ്ട് വേർത്തൊലിക്കുമ്പോൾ ബുഖാരിലെ ഹദീസ്
ബുഖാരിലെ ഹദീസിൽ കാണാൻ പറ്റും. പേർത്തൊലിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഹാദാ ഫൈഹു ജഹന്നം, ഇത് നരകത്തിന്റെ ആവിയാണ്, നരകത്തിന്റെ ചൂടാണെന്ന്. നരകത്തിന്റെ ചൂടിനെയാണ് അതിശക്തമായ ചൂട് കൊണ്ട് വേർത്തൊലിക്കുന്ന സഹാബത്തിനെ പ്രവാചകൻ ഓർമ്മിപ്പിച്ചു കൊടുത്തത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ അങ്ങനത്തെ ഒരു നരകത്തെക്കുറിച്ച്. സഹോദരങ്ങൾ, അനേക ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച തമ്പുരാൻ ഒരു നരകം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു നോക്കൂ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ലഹു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച രാജാവേതോ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതിസൂക്ഷ്മമായി സംവിധാനിച്ച കൈകളേതോ, അവന് ഒരു നരകത്തെ സംവിധാനിക്ക പ്രയാസമല്ല, അവൻ എല്ലാറ്റിനും സാധിക്കുന്നതാണ്. ഉല്ലമാ ഉൽഖിയ ഫീകാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. എന്നിട്ട് അല്ലാഹു നരകത്തിന്റെ ഓരോ രംഗങ്ങളും വിശദീകരിച്ചു തരാൻ. സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ, എന്തൊരു ദുരിതത്തിനും ആശ്വാസത്തിന്റെ ഒരു പഴുത് നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, സത്യത്തിൽ നരകത്തിന് അതില്ല. അതുകൊണ്ടാണ് നരകത്തെക്കുറിച്ച് ഏറ്റവും അധികം ഭയം. എന്ത് ദുരിതത്തെക്കുറിച്ച്, എന്തിനുണ്ടൊരു പരിഹാരം, എന്തിനുണ്ട്. ഒരു ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്താൽ പോലും ആ ഭാഗം മുറിച്ചു കളഞ്ഞിട്ടോ പകരം അവയവങ്ങൾ വെച്ചിട്ടെങ്കിലും പരിഹരിക്കാമെന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ ആ റിപ്പോർട്ട് നോക്കി ഡോക്ടർ നമ്മളോട് പറയും. എന്നാലും നമുക്കൊരു ചെറിയ ഓപ്പറേഷൻ നടത്തി വെക്കാം, അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെച്ചു നോക്കാം, എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമ്മളോട് പറയും. നരകമെന്ന ദുരിതത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാന്ന് സമർത്ഥിക്കലാണ് വിശുദ്ധ ഖുർആൻ നരകത്തെ കുറിച്ച് പറഞ്ഞൊക്കെ ചെയ്തത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഏ ജനങ്ങൾ, സത്യവിശ്വാസികളെ, നിങ്ങൾ നരകത്തിൽ നിങ്ങളെ ബന്ധുക്കളെ രക്ഷപ്പെടുത്തൂ. ഭാര്യയും കുട്ടികളും നരകത്തിൽ പോണ ശ്രദ്ധിച്ചോളി എന്നാണ് പടച്ചവൻ. എന്നിട്ട് നരകത്തെ വിശദീകരിക്കാൻ, വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിന്റെ മലക്കുകൾ ഉണ്ടെന്നല്ല, പരുക്കന്മാരായ മലക്കുകൾ അതിന് കാവലായിട്ട്. ഇനി ആ മലക്കുകളെ സ്വാധീനിക്കാമോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് ഒരിക്കലും എതിരെ പ്രവർത്തിക്കാത്തവരാണ് ആ മലക്കുകൾ എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് എവിടെ നിങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങൾ. ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്കാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാക ജസാഅൻ വിഫാക. ഇന്ന ജഹന്നമ കാനത് മിർസാദ, നരകം പതിയിരിക്കുകയാണ്. ലാബിസീന ഫീഹാ അഹ്കാബ, യുഗാന്തരങ്ങളോളം അവർ അതിൽ കഴിച്ചു കൂട്ടേണ്ടി വരും. നോക്കൂ നിങ്ങൾ, ദീർഘമായ ഒരു കാലാവധിയെ കുറിച്ചാണ് ആയത്തിൽ പറയുന്നത്. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, ആ ദീർഘകാലത്തെ ജീവിതത്തിൽ ഒരു തണുപ്പോ ഒരു കുളിരോ ഒരു പാനീയമോ അവർക്ക് ലഭിക്കുകയില്ല. ഇല്ലാ ഹമീമൻ വഗസ്സാക, അഥവാ ലഭിച്ചാൽ തന്നെ അതികഠിനമായ ദുർഗന്ധമുള്ളതോ തണുപ്പുള്ളതോ ആയ പാനീയങ്ങൾ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാക ജസാഅൻ വിഫാക, അവർക്ക് യോജിച്ച പ്രതിഫലമാകുന്നു എന്നാണ്. നരകത്തെക്കുറിച്ചുള്ള ഭയാനകതയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൻ നബയിലാണുള്ളത്. എന്താ? നരകത്തിൽ കിടന്ന് ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ എന്നെങ്കിലും ഈ ദുരിതത്തിന് അവസാനം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നവരോട് പറയും, ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ, ഫദൂഖൂ നിങ്ങൾ അനുഭവിക്കൂ, ഫലൻ നസീദകും ഇല്ലാ അദാബ, ശിക്ഷയല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചു തരാനില്ല. ഖുദൂഹു ഫഗുല്ലൂഹു തുമ്മൽ ജഹീമ സല്ലൂഹു തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുഖൂഹു, അവനെ പിടിച്ചുകെട്ടു, 70 മുഴമുള്ള ചങ്ങലകളെ കൊണ്ട് അവനെ ബന്ധിക്കൂ. സുമ്മൽ ജഹീമ സല്ലൂഹു, പിന്നെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ. എവിടെ നമ്മൾ നരകത്തെക്കുറിച്ചുള്ള ആയത്ത് വായിച്ചാലും ഏറ്റവും ഭയാനകമായ നിലക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത, ആശ്വാസത്തിന്റെ പഴുത് കണ്ടെത്താനാവാത്ത ഒരു നരകത്തെക്കുറിച്ചാണ്. മുഖർറനീന ഫിൽ അസ്ഫാദ്, നരകവാസികൾ പരസ്പരം കൂട്ടിക്കെട്ടപ്പെട്ട നിലക്കായിരിക്കും അവർ കിടക്കുന്നുണ്ടായിരിക്കുക. സറാബീലുഹും മിൻ ഖത്റാൻ, കീലിന്റെ വസ്ത്രങ്ങളെ കൊണ്ടായിരിക്കും, ചൂട് തട്ടുമ്പോൾ കൂടുതൽ വേദന അനുഭവപ്പെടുന്ന വസ്ത്രങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാകുക. സഹോദരങ്ങൾ നോക്കൂ, ആശ്വസിക്കുന്നതിന്റെ ഒരു അവസ്ഥ ഉണ്ടാകണില്ല. കുല്ലമാ നളിജത് ജുലൂദുഹും
അവിടെ തൊലികൾ, നരകത്തിന്റെ ചൂടറിയുന്ന തൊലികൾ കരിഞ്ഞു പോകുമ്പോൾ ബദ്ദൽനാ